നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മളോടൊപ്പം റേഡിയോ മാറ്റലിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ വയനാടിന്റെ തന്നെ അഭിമാനമായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. തവിഞ്ഞാൽ പഞ്ചായത്തിൽ വാളാട് സ്വദേശിയാണ് അദ്ദേഹം അസ്കർ. സ്വാഗതം റേഡിയോ മാറ്റലിയിലേക്ക്. തവിഞ്ഞാലിൽ നിന്നും നേപ്പാളിൽ പോയി തിരിച്ചു വന്നു. അതെ, അതും ബൈക്കിൽ തനിച്ചാണ് യാത്ര പോയത്. അതെ, തനിച്ചാണ് പോയത്. ശരിക്കും എങ്ങനെയാണ് അങ്ങനെ ഒരു യാത്രക്കൊക്കെ തയ്യാറെടുത്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു ആശയം മനസ്സിലേക്ക് വന്നത്? ഇന്ത്യയുടെ ഒരു ഭൂപ്രകൃതിയും അതുപോലെ ഇന്ത്യയുടെ സംസ്കാരങ്ങളൊക്കെ ഒന്ന് നേരിൽ കാണുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സ്കൂൾ ലൈഫിലായിരുന്നു എനിക്ക് ഈ ആഗ്രഹം വന്നത്. അപ്പോൾ പണ്ടേ യാത്രയോട് ഒരു ഭയങ്കര പ്രിയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ അന്നേയുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ വെച്ചു. അങ്ങനെ ഞാൻ 2019 ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ആ പോസ്റ്റ് വൈറലായി. ഞാൻ 2019 ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് 2025 ഇന്ത്യയുടെ കാശ്മീർ വരെ യാത്ര ചെയ്യും, അതുപോലെ ഇന്ത്യയിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യും. 2020 എന്റെ യാത്ര പുറപ്പെടാൻ ആദ്യം തീരുമാനിച്ചത്. പക്ഷേ കോവിഡ് വന്നു, ലോകം മൊത്തം ലോക്കായി. അപ്പോൾ അതിനുശേഷം എന്റെ യാത്ര തടസ്സായി. അങ്ങനെ 2023 ആദ്യ യാത്ര കേരള ടു കാശ്മീർ യാത്ര ആരംഭിച്ചു. ബൈക്കിൽ തന്നെ എന്റെ സ്വന്തം പൾസർ 180 ആണ്. അതിൽ യാത്ര പോയി. ഇന്ത്യയുടെ 13 സംസ്ഥാനങ്ങളായിരുന്നു ആദ്യത്തെ യാത്രയിൽ പോയത്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തു. സോളോ റൈഡറാണ്. ടെന്റൊക്കെ അടിച്ചിരുന്നു. ഫുൾ റൂമൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഇന്ത്യയുടെ സംസ്കാരങ്ങളും അതുപോലെ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളും മറ്റു പല കാര്യങ്ങളൊക്കെ നേരിൽ അനുഭവിച്ചു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാഠപുസ്തകത്തിലോ അല്ലെങ്കിൽ മറ്റിലോ വായിക്കുന്നത് പോലെയോ ഒരു കവി എഴുതുന്നത് പോലെയല്ല നമ്മുടെ ഇന്ത്യ. അതൊക്കെ എത്രയോ മുകളിലാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഭാസമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊരു യാത്ര ചെയ്യണം. നമ്മുടെ രാജ്യത്ത് കൂടെ തന്നെ നമ്മൾ വേറെ എവിടെയും പോകണ്ട. നമ്മുടെ രാജ്യം തന്നെ നമ്മൾ കറങ്ങല് നല്ലതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഇന്ത്യ മൊത്തം യാത്ര ചെയ്യാമെന്നൊരു ആശയം മനസ്സിൽ ഉദിച്ചല്ലോ. അതെ. അപ്പൊ ഇത് വീട്ടിൽ പറഞ്ഞ സമയത്ത് വീട്ടിലുള്ളവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? വീട്ടിലുള്ളവര് 100% എനിക്ക് സപ്പോർട്ടായിരുന്നു. പേടിയുണ്ടായിരുന്നു, കാരണം ബൈക്കില് മകൻ ഇത്രയും ദൂരം പോവാണ്, അതുപോലെ തന്നെ പോയിട്ട് തിരിച്ചെത്തണം. അപ്പൊ ആ ഒരു ടെൻഷൻ എന്തായാലും മാതാപിതാക്കൾക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. അതെ, തീർച്ചയായും ഏത് മാതാപിതാക്കളെ സംബന്ധിച്ചോളും സ്വന്തം മക്കള് ഇത്രയും വലിയ റിസ്ക് എടുക്കുമ്പോൾ അവർക്ക് ടെൻഷൻ ഉണ്ടാകും. പക്ഷെ എന്റെ മാതാപിതാക്കൾ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. കാരണം അവരുടെ അനുഗ്രഹത്തിൽ തന്നെയായിരുന്നു ഞാൻ ഇറങ്ങിയത്. അവരുടെ സപ്പോർട്ടായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിനൊരു പോസിറ്റീവ് നൽകിയത്. പിന്നെ അതുപോലെ തന്നെ എന്റെ സുഹൃത്തുക്കള്, പിന്നെ പോക്കർക്ക്, അങ്ങനെ എന്റെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ യാത്രയിലും ഈ യാത്രയിലും വാളാട് ഗ്രന്ഥശാല APJ അബ്ദുൽ കലാം ഗ്രന്ഥശാലയിൽ എന്റെ അധ്യാപകനായിരുന്ന സുരേഷ് കുമാർ സാർ 10ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകനായിരുന്നു. ഈ 2 യാത്രയിലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് സുരേഷ് കുമാർ സാർ പെടുന്ന ഗ്രന്ഥശാല. പല സംസ്ഥാനങ്ങളിലും പല ഭാഷകളൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. അതെ, തീർച്ചയായും. അപ്പൊ ലാംഗ്വേജിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭാഷകള് ഞാൻ വലിയ തരത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. കുറച്ചൊക്കെ അറിയാം, കുറച്ചൊക്കെ ഹിന്ദി പറയും, കുറച്ചൊക്കെ ഇംഗ്ലീഷ് പറയും. പക്ഷെ നമ്മൾ അവരിലേക്ക് ലയിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരോട് സംസാരിക്കാൻ പറ്റും. പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നോർത്ത് ഇന്ത്യയിലത്തെ ഭക്ഷണം നമുക്ക് പെട്ടെന്ന് പിടിക്കില്ല. കാരണം വെച്ചാൽ അവിടുത്തെ ഫുഡ് വേറൊരു ശൈലിയാണ്. പക്ഷെ നോർത്ത് ഈസ്റ്റ് ഭക്ഷണം നമുക്ക് 100% നമ്മുടെ സൗത്ത് ഇന്ത്യ ഭക്ഷണം അവിടെ കിട്ടും. നമ്മൾ ഇഡ്ഡലി, നമ്മുടെ പിന്നെ പൊറാട്ട, ഇതൊക്കെ നമുക്ക് നോർത്ത് ഈസ്റ്റ്, ഒറീസ, ബീഹാറിലൊക്കെ നമ്മുടെ കേരള ഭക്ഷണമൊക്കെ കുറെ കിട്ടും. ഈ യാത്രയിൽ ഞാൻ കുക്ക് ചെയ്തിരുന്നു. അതൊരു രസകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതായത് ഈ കുക്കിങ്ങിന് വേണ്ട അനുബന്ധ സാധനങ്ങളൊക്കെ ഈ ബൈക്കിൽ തന്നെ? ഞാൻ ബൈക്കിൽ തന്നെ. ഞാനൊരു ഓൺലൈനിൽ പിന്നെ ഒരു കുക്കിംഗ് സ്റ്റവ് വാങ്ങിയിരുന്നു. അങ്ങനെ എന്റെ യാത്രയിൽ ഞാൻ പല സ്ഥലത്തു നിന്നും നൂഡിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുക്ക് ചെയ്തു. അതുപോലെ പിന്നെ ചായ ഉണ്ടാക്കി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് കുറെ കുക്കിംഗ് ഞാൻ എന്റെ യാത്രയിൽ തന്നെ ചെയ്തു. പിന്നെ ഒരു നല്ല യാത്രയായിരുന്നു. പിന്നെ ടെന്റ് അടിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. ഇപ്പൊ നമുക്ക് റൂമൊന്നും കിട്ടാത്ത ഏരിയകളിൽ പെട്രോൾ പമ്പിലായിരുന്നു കൂടുതൽ സ്റ്റേ ചെയ്യല്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സേഫ് ആണ്. 100%. കാരണം നമുക്ക് പെട്രോൾ പമ്പിൽ പല ആനുകൂല്യങ്ങളുണ്ട്. പക്ഷെ അത് പലർക്കും അറിയില്ല. ശരിക്കും നമ്മൾ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്രോൾ പമ്പിൽ താമസിക്കുക, അവിടെ ബാത്റൂം സൗകര്യം, അതുപോലെ കുടിവെള്ളം, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് പെട്രോൾ പമ്പിൽ ഉണ്ട്. നമ്മളുടെ മനസ്സിലേക്ക് ഒരു ആശയം ഉരുത്തിരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേറ്റവും വേണ്ട ഘടകമാണ് സാമ്പത്തികം. അതെ. ഈ 2 പ്രാവശ്യം പോയി. ആദ്യം ഒന്ന് കേരള ടു കാശ്മീർ പോയി തിരിച്ചെത്തി, അതിനുശേഷം കേരള ടു നേപ്പാൾ പോയി തിരിച്ചെത്തി. ഇതിലേക്ക് 2 യാത്രയിലേക്കും വേണ്ട മൂലധനം അല്ലെങ്കിൽ ഇതിന് അനുബന്ധിച്ച സാമ്പത്തികം എങ്ങനെയായിരുന്നു കളക്ട് ചെയ്തത്? സാമ്പത്തികം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു സാധാരണ കുടുംബക്കാരാണ്. എല്ലാ ആളുകളെയും പോലെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ കിണർ കൺസ്ട്രക്ഷൻ വർക്കാണ്. ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് എന്റെ നാട്ടിൽ കിണർ കുഴിക്കുക, ഇറങ്ങിറക്കുക, പിന്നെ അതുപോലെ കുറച്ച് കൃഷിപരമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഈ യാത്രക്കുള്ള സാമ്പത്തികം ഞാൻ കണ്ടെത്തിയത്. പിന്നെ എന്റെ ഉപ്പ ഒരു പ്രവാസിയായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു 2 യാത്രയിലും ഞാൻ എന്റെ സ്വന്തം പൈസ തന്നെയാണ് പോയിരുന്നത്. കോവിഡിനൊക്കെ മുൻപ് കണ്ട സ്വപ്നമാണ് നേപ്പാളിലേക്ക് എത്തിപ്പെടുക, കാശ്മീരിൽ എത്തുക. അതിനൊക്കെ ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു ആശയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഇന്ത്യൻ ബോർഡർ കടന്ന് നേപ്പാളിലേക്ക് കാല് കുത്തിയപ്പോൾ എന്താണ് മനസ്സിലേക്ക് ഓടിയെത്തിയത്? അയ്യോ, അതൊരു ഭയങ്കര ഒരു ഫീലായിരുന്നു. കാരണം അതൊരു ആ എക്സൈറ്റ്മെന്റ് നമുക്ക് ആ ഒരു സമയം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ അന്ന് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നത്. കാശ്മീർ യാത്ര കഴിഞ്ഞ് പിന്നെ ഈ 2024
അതേ പിറ്റേന്നുള്ള വർഷം തന്നെ ഇത് നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങുമ്പോൾ വരെ ഇവിടുന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അവിടെ എത്തുന്നുള്ളൊരു വിശ്വാസം, ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേപ്പാളിലേക്ക് പെർമിഷൻ ഒക്കെ എടുത്തു കടന്നു ഫസ്റ്റ് നേപ്പാളിലേക്ക് കാല് കുത്തിയപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഉണ്ടായിരുന്നു. ഈ യാത്രയിൽ നേപ്പാളിലേക്ക് കയറിയപ്പോൾ ഒരുപാട് പാവപ്പെട്ട ആളുകളൊക്കെ കാണാൻ സാധിച്ചു. അതിലുപരി ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി അവരുടെയൊക്കെ കഷ്ടപ്പാടുകൾ കാണാൻ സാധിച്ചു. അപ്പം നമ്മുടെ സന്തോഷത്തിന് പുറമെ ഒരു നൊമ്പരവും കൂടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ നേപ്പാൾ യാത്ര. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഈ യാത്ര ചെയ്തത്. കാരണം 350 കിലോമീറ്ററോളം ഉൾക്കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അതും ഏറ്റവും കൂടുതൽ കൗതുകകരം എന്ന് പറയുന്നത് ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു ആ യാത്രയിലെ അനുഭവങ്ങൾ? ആ യാത്രയിലെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്താ പറയാ, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ ചുരുക്കി പറയാം. ഞാൻ തിരിച്ചു വന്നത് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസ ഈ 3 സ്റ്റേറ്റിന്റെ ഫോറസ്റ്റിന്റെ ഇടയിലൂടെയായിരുന്നു വന്നത്. 300 കിലോമീറ്ററിന്റെ മുകളിൽ ഫോറസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണത്. ഒരു മാവോയിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ഒരു ഏരിയ കൂടിയായിരുന്നു ഈ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസ. അപ്പൊ അത്തരം മേഖലയിൽ കൂടെയൊക്കെയാണ് ഞാൻ എന്റെ കടന്നു വരവ്. ഒരു 300ഓളം കിലോമീറ്റർ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അത്രയും ഡേഞ്ചറസ് ആയ റോഡ് കൂടിയാണ് ഞാൻ തിരിച്ചു വന്നത്. കാരണം നമ്മൾ ഇന്ത്യയുടെ മധ്യഭാഗയിൽ, ഇന്ത്യയുടെ അങ്ങേ സൈഡ് ഭാഗത്ത് കൂടിയാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു യാത്ര എന്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര അനുഭവം. മാവോയിസ്റ്റ് ഭീഷണിയൊക്കെ ഉള്ള ഏരിയ ആണ്. മാവോയിസ്റ്റ് ഭീഷണിയൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു അത്. എന്നോട് പോലീസുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഭയങ്കര ധോണി ഫാനാണ്. ഞാൻ അങ്ങനെ ആരുടെ ഫാനല്ല, പക്ഷേ ധോണിയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ധോണിന്റെ വീടിന്റെ അടുത്തൊക്കെ പോയി കുറച്ച് നിന്നു. പിന്നെ അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല, കാരണം ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. അപ്പൊ അതിൽ ഒരാൾ മാത്രമാണ് ഞാൻ. നമ്മുടെ ഇന്ത്യൻ നായകനാണ്. അത് തീർച്ചയായും. അപ്പൊ അത് എനിക്കൊരു അഭിമാന നിമിഷമായിരുന്നു. പല ആളുകളും നമ്മുടെ രാജ്യത്തെ പറ്റി നെഗറ്റീവ് പറയുന്നുണ്ട്. ബീഹാറിൽ രാത്രി യാത്ര പറ്റൂല, അവിടെ പിന്നെ കുറെ ആൾ ആക്രമിക്കും. അതൊക്കെ ഒരു പരിധിവരെ തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അങ്ങനെ എല്ലാ നാട്ടിലും പിന്നെ കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ബീഹാറിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഞാൻ ബീഹാറിൽ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഓറം ബൈക്ക് വർക്ക്ഷോപ്പ് എടുക്കുന്ന ജുനൈദ് ഉണ്ട്. അപ്പൊ അവന്റെ കടയിൽ ജോലി ചെയ്യുന്ന ഒരു ബായ് ഉണ്ട്, ബീഹാറുകാരനാണ് പുള്ളി. അപ്പൊ എന്റെ ബൈക്കിന്റെ എഞ്ചിൻ പണിയൊക്കെ പുള്ളി എടുത്തത്. അപ്പൊ പുള്ളി നാട്ടിൽ പോയിരുന്നു. അപ്പൊ ജുനൈദ് തന്നെ വിളിച്ചു പറഞ്ഞു, അസ്കറെ ബീഹാറിൽ ഇവിടെ ബായ് ഉണ്ട്, ഒരു ദിവസം റൂമിന് വെറുതെ പിന്നെ പൈസ ഒന്നും കൊടുക്കണ്ട, അപ്പൊ അവിടെ ഒരു ദിവസം താമസിച്ചു. അങ്ങനെ ജുനൈദിന്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ റക്സൽ ബോർഡറിൽ നിന്ന് നേരെ ബായിന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ അതെന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു അനുഭവമായിരുന്നു ആ വീട്ടിൽ. കാരണം അവരുടെ വീട് എന്ന് പറഞ്ഞാൽ ചെറ്റക്കുടിലാണ്. അവര് പുറത്തൊരു കട്ടിലൊക്കെ ഇട്ടത്, ഞാൻ അവിടെ താമസിച്ചു. നല്ല സ്നേഹമുള്ള ആളുകളാണ് ബീഹാറികൾ. അവരുടെ അയൽവാസികളൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരും. അപ്പോൾ അന്ന് രാത്രി ഞാൻ അവിടെ താമസിച്ചു. ആ ബായിന്റോട് വിടയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ റക്സൽ ബോർഡർ കയറി, നേപ്പാളൊക്കെ കയറി. അവസാനം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി, നേപ്പാളിലെത്തി. അതെ. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എന്തായിരുന്നു? നേപ്പാൾ റക്സൽ ബോർഡറിൽ നിന്ന് ഒരു 30 കിലോമീറ്ററോളം നല്ല നിരന്ന ടൗണുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 30 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ വലിയ മൗണ്ടൻസ്, പർവ്വതങ്ങളാണ്. നമ്മൾ നേപ്പാൾ എന്ന് പറഞ്ഞാൽ ഹിമാലയമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണല്ലോ. പിന്നെ ഒരു വലിയ ചുരം കയറാൻ തുടങ്ങിയാണ്. ഒരു ഭയങ്കര ചുരമാണ് പിന്നെ കയറുന്നത്. നമ്മൾ വയനാട് ചുരം കയറുന്ന ഒരു ഫീൽ ആയിരുന്നു. അപ്പൊ ഈ ചുരം കയറി കഴിഞ്ഞ് ഞാൻ വിളിച്ച ആ ചുരം കഴിഞ്ഞു. പിന്നെ അടുത്ത അതേപോലെ വലിയ മല ഇറങ്ങുവാണ്. നമ്മൾ അതിനേക്കാൾ വലിയ ചുരം ഇറങ്ങുവാണ്. ആ മല കയറി ആ മല തന്നെ ഇറങ്ങുവാണ്. സാധാരണ നമ്മളെ വയനാട്ടിലൊക്കെ ഒരു ചുരം കയറിയ പിന്നെ അടുത്ത ചുരം ഇല്ല, പിന്നെ നമ്മൾ ഇറങ്ങുന്നില്ലല്ലോ. പിന്നെ ഇത് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ വലിയൊരു വിജനമായ കൊക്ക പോലത്തെ ചുരത്തിലേക്കാണ് കയറുന്നത്. ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് തെറ്റിയാൽ നമ്മൾ എത്രയോ അടി താഴ്ചയിലൊക്കെ പതിക്കുക. ഇത്രയും വിജനമായ ഒരു കൊക്ക പോലത്തെ റോഡാണ് ഈ നേപ്പാൾ കാത്മണ്ഡു എത്തും വരെ. റോഡ് ഫുൾ ഓഫ് റോഡാണ്. നമ്മളെ ഗ്രാമങ്ങൾ പോലത്തെ റോഡുകളൊക്കെ ആയിരുന്നു നേപ്പാൾ റോഡുകൾ. പിന്നെ കാത്മണ്ഡു നമ്മൾ ഇറങ്ങുമ്പോൾ കാത്മണ്ഡുവിലേക്ക് ഒറ്റ വഴിയാണ്, നമുക്ക് വഴി തെറ്റിപ്പോവില്ല. കാരണം ഈ റോഡ് നേരെ ഇറങ്ങുന്ന ഒരു ചുരം പോലെ കാത്മണ്ഡുവിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ കാത്മണ്ഡു ടൗണിന്റെ മനോഹാരിത നമുക്ക് അവിടെ കാണാൻ സാധിക്കും. യാത്രയിൽ ഒരുപാട് നമ്മളെ യോധ സിനിമയിൽ ഈ കൊട്ടയൊക്കെ തൂക്കി പോകുന്ന ആൾക്കാരില്ലേ, അങ്ങനെയുള്ള കുറെ ആളുകളെ ഞാൻ നേരിട്ട് കണ്ടു. ശരിക്കും നമ്മള് ചിത്രങ്ങളിലൂടെ മാത്രം കണ്ടു പരിചയമുള്ളവരെ നേരിട്ട് കണ്ടു. തീർച്ചയായും. ശരിക്കും യോധ സിനിമയിലുള്ള അതൊരു സിനിമ ഒരു സാങ്കല്പികമാണ്. പക്ഷെ ആ സിനിമയിലുള്ള ഒറിജിനാലിറ്റി ഒക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ജഗതിച്ചേട്ടൻ ചോദിക്കുന്നില്ല ഒരു അമ്മച്ചി ഇവിടത്തേക്കുള്ള വഴിയേതാണ്, അതുപോലെ ഒരു അമ്മച്ചിയെ ഞാനും കണ്ടു ഈ യാത്രയിൽ. പിന്നെ കൊട്ടയൊക്കെ തൂക്കി വെഹിക്കില്. അപ്പൊ ജഗതിച്ചേട്ടൻ എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നു. പിന്നെ അതുകൂടാതെ എനിക്ക് കാത്മണ്ഡു എത്തിയപ്പോ നമ്മുടെ റംബോച്ച, അവിടെ ഒരു റംബോച്ച ഉണ്ടായിരുന്നു. ഞാനൊരു ഫോട്ടോ എടുത്തിരുന്നു. ഒരു ചെറിയ ചെക്കനാണ്, അവരുടെ ഒരു റംബോച്ച പോലെയാണ്. ഞാൻ അവരോട് സംസാരിച്ചു, ട്രാൻസ്ലേറ്റ് സംസാരിച്ചപ്പോ അവർക്ക് ബുദ്ധക്ഷേത്രത്തിൽ അവരുടെ റംബോച്ച പോലെയാണ്. അവരെയൊക്കെ ഞാൻ ഇടപഴകി. അപ്പോ സ്വയംഭൂ ടെമ്പിൾ ഒരു ഭയങ്കര ഒരു സംഭവമാണ്. ശരിക്കും നമ്മള് സാഹചര്യം കിട്ടുന്നവർ നിർബന്ധമായിട്ട് പോകേണ്ട സ്ഥലങ്ങളാണ്. തീർച്ചയായും. നമുക്ക് വലിയ ബഡ്ജറ്റ് ഒന്നും വരില്ല. ശരിക്കും പറഞ്ഞാൽ നേപ്പാളേക്ക് ഞാനിപ്പോ ബൈക്ക് കൊണ്ട് പോയതുകൊണ്ടാണ് എനിക്ക് ഈ ബഡ്ജറ്റ് വന്നത്. മറ്റൊരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന സിം ഒന്നും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ അവിടെ എങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടന്നിരുന്നത്? അവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് ഞാൻ അവിടുന്ന് ഒരു സിം എടുത്തിരുന്നു. ആ സിം പറഞ്ഞാല് നമ്മൾ ഇത് 2 കാര്യങ്ങളായിട്ട് മാറ്റുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങളോട് വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യൻ നെറ്റ്വർക്കും നേപ്പാൾ നെറ്റ്വർക്കും ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് ഇന്ത്യയിൽ ഇവിടെ ഒരു മാസം റീചാർജ് ചെയ്താൽ നമുക്ക് ഡെയിലി 2GB 5GB എല്ലായിട്ട് കിട്ടുന്നുണ്ട്. എക്സ്ട്രാ ചെയ്താൽ അതും കിട്ടുന്നുണ്ട്. പക്ഷെ നേപ്പാൾ നമുക്ക് കിട്ടില്ല. നേപ്പാളത്തെ പ്രത്യേകത വെച്ചാൽ ഞാൻ 300 രൂപയ്ക്ക് സിം എടുത്തു. 300 രൂപയ്ക്ക് സിം എടുത്തിട്ട് ആകെ 2GB. ഒരുപാട് വർഷങ്ങൾ മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലെ. നമ്മൾ പണ്ടത്തെ കാലത്തിലേക്ക് ഒന്ന് റിവൈൻഡ് ചെയ്തു. കാരണം നമ്മൾ പണ്ടൊക്കെ നമുക്ക് 250 രൂപ ആകെ ഒരു 1GB 2GB ഒരു മാസത്തേക്ക്
മാസത്തേക്ക്. അതുപോലത്തെ നേപ്പാൾ അവസ്ഥ. ആകെ 2 GB. പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ ഒരു 200 രൂപ ചെയ്തപ്പോൾ 4 GB എനിക്ക് കിട്ടി. ഇവിടുന്ന് എനിക്ക് അറിയാൻ സാധിച്ചു നേപ്പാളിൽ എല്ലാ ഹോട്ടലിലും നമുക്ക് വൈഫൈ ഫ്രീ ആയിട്ട് കിട്ടും. നേപ്പാളിൽ എക്സ്പെൻസ് ആയിട്ട് ഇല്ലാത്ത ഹോട്ടലിൽ പോലും അത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ നേപ്പാൾ പോകുമ്പോൾ ആരെങ്കിലൊക്കെ വൈഫൈ നിർബന്ധമായാലും ചോദിച്ചു മേടിക്കണം. അത് എല്ലാ ഹോട്ടലിലും നമുക്ക് കിട്ടും. നമുക്ക് അവർ ഫ്രീ വൈഫൈ ആണ് ഒരു ദിവസം. അത് ഞാൻ നേപ്പാളിലേക്ക് കയറുമ്പോൾ 10,000 രൂപയായിരുന്നു മാറ്റിയത്. ഇന്ത്യൻ മണി 10 മാറ്റി 16,000 രൂപ എനിക്ക് നേപ്പാളിൽ വേണ്ടി കിട്ടി. അത് റെക്സൽ ബോർഡറിൽ കുറെ ആളുകൾ ഇരുന്നിട്ടുണ്ടാവും ഈ പൈസ മാറ്റുന്നത്. അപ്പൊ നമ്മൾ അവരുടെ നിന്ന് കമ്മീഷൻ കുറവുള്ള സ്ഥലത്ത് നിന്ന് പൈസ മാറ്റാം. അതൊക്കെ ഇങ്ങനെ ഇല്ലീഗലായെന്ന് പറയാൻ പറ്റില്ല. ലീഗലായിട്ട് തന്നെ പോലീസുകാർക്ക് മുന്നിൽ കൊടുത്ത് തന്നെ അവർ പൈസ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എക്സ്ചേഞ്ച് ആയിട്ട് അവര് പൈസ എന്ത് ചെയ്യാം, നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഞാൻ അവരുടെ നിന്ന് ഇന്ത്യൻ മണി 10 മാറ്റി നേപ്പാളി മണി 16,500 കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ 10ന് 16 കിട്ടിപ്പോയില്ല എന്നുള്ള ഒരു സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നേപ്പാൾ കയറിയപ്പോ പെട്രോൾ അടിച്ചു. 500 രൂപ പെട്രോൾ അടിച്ചപ്പോ 2.87 ലിറ്റർ ആകെ കിട്ടി. 2 ലിറ്റർ 80. അപ്പൊ ഈ 500 രൂപക്ക് ഇന്ത്യക്ക് വിലയില്ല. ഇന്ത്യയിലാകെ 250 റുപ്യ എടുത്താൽ ഈ 500 രൂപ വരുന്നുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു ദൈവമേ പെട്രോൾ അടിച്ചിട്ട് കുറവാണല്ലോ. നോക്കുമ്പോൾ എന്താ നമ്മൾ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ ശരി തന്നെയാണ്. 100 രൂപന്റെ അടുത്ത് പെട്രോളിന് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഭക്ഷണത്തിനൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യയിൽ നിന്ന് ഒരു ചായ കുടിക്കുന്നതാണെങ്കിൽ നമുക്കൊരു 10 രൂപ ഒരു ചായ കിട്ടും. പക്ഷെ നേപ്പാൾ നമ്മൾ ചായ കുടിക്കുന്ന 20-25 രൂപ നമ്മൾ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണത്തിനൊക്കെ 150 രൂപന്റെ അടുത്ത് വരുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ നയിക്കുന്ന 70-80 രൂപയ്ക്കാണ് വരുന്നത്. സാധനങ്ങളുണ്ട്, പൈസക്ക് മൂല്യമില്ല. ഇത്രത്തോളം യാത്ര ചെയ്ത് സന്തോഷകരമായിട്ട് തിരിച്ചെത്തി. ഇനി എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? ഇനി എന്റെ ജീവിതത്തിൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ആഗ്രഹങ്ങൾ അവസാനിക്കുന്നിടത്ത് പ്രായമാകുന്നതാണ് ഒരു ചൊല്ല്. തീർച്ചയായും നമ്മളെ ഇപ്പൊ എനിക്ക് 30 വയസ്സായി. പക്ഷെ നമ്മൾ ആഗ്രഹങ്ങൾ എന്ന് അവസാനിക്കുന്നത് അവിടെ നമ്മൾ പ്രായമായി തുടങ്ങുന്നതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആഗ്രഹങ്ങൾക്ക് പ്രായമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എനിക്ക് അടുത്ത ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങൾ, ഇനിയിപ്പോ ബാക്കി 8-10 സംസ്ഥാനങ്ങൾ പോകാനുണ്ട്. അപ്പൊ അടുത്ത യാത്ര എന്റെ അടുത്ത ലക്ഷ്യം അവിടത്തേക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഒന്നുകൂടി കാശ്മീർ, ലഡാക്ക് എനിക്ക് മിസ്സായിരുന്നു. ആ ലഡാക്ക് ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതും ബൈക്കിൽ തന്നെ പോകാനാണ്? ആ ബൈക്കിൽ തന്നെ. ഞാനന്ന് കാശ്മീർ എത്തി. ഞാൻ പത്താംകോട് അവിടെ എത്തി തിരിച്ചു വന്നു. കാശ്മീർ മണാലി വഴിയായിരുന്നു തിരിച്ചു വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എവറസ്റ്റ് ഒന്ന് കയറണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ജീവിതത്തിലൊരു ആഗ്രഹമാണ്, നടക്കുമെന്നറിയില്ല. പിന്നെ വലിയ വലിയ ആഗ്രഹങ്ങൾ ഇപ്പൊ നമുക്ക് സ്പേസിൽ പോകാനൊക്കെ ആഗ്രഹം ഉണ്ടാവല്ലോ. അതൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ലല്ലോ. പക്ഷെ നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നമുക്ക് കുന്നിക്കുരുവോളം കിട്ടുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ആസ്കർ, ഏറ്റവും വലിയ സംശയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയും ദൂരം യാത്ര പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്കൊക്കെ കടക്കുന്ന സമയത്ത് നമുക്കൊക്കെ സ്വാഭാവികമായിട്ട് ടെൻഷനുള്ള ഒരു കാര്യമാണ്. ഒന്നാമത് നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ പരിചയമുള്ള ആൾക്കാരില്ല. പിന്നെ ഭാഷയുടെ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കബളിക്കപ്പെടുമോ അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ചിന്താഗതികളുള്ള പക്ഷെ യാത്ര ഒരുപാട് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഒരു കോൺഫിഡൻസ്, നമുക്ക് സംസാരിക്കാൻ പറ്റും, നമുക്കത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് പറ്റുന്നുള്ള ഒരു വിശ്വാസമാണ് നമ്മളെ മുമ്പിലേക്ക് നയിക്കുന്നത്. ഇപ്പൊ പലരും എന്നോട് പറയാം ഞങ്ങളൊക്കെ നിന്നെ പോലെ ആയില്ലല്ലോ, നീയൊക്കെ എത്ര ഭാഗ്യവാനൊക്കെ എന്നോട് പലരും. പക്ഷെ ഞാനൊരിക്കലും അങ്ങനെ വലിയ ആളോ ഇതൊന്നല്ല. നമുക്കെല്ലാം എല്ലാവർക്കും ദൈവാനുഗ്രഹവും കഴിവും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് കണ്ടെത്തുന്നില്ല. നമ്മളെല്ലാവരും അത് കണ്ടെത്തിയാൽ നമ്മളിലേക്ക് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ 100% സാധിക്കും. നമ്മുടെ മനസ്സിൽ സത്യസന്ധമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരും. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന അസ്കർ. എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത യാത്രയെ കുറിച്ചാണ്. ഞാൻ അടുത്ത യാത്രയെ കുറിച്ചുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ എന്റെ മനസ്സിലുണ്ട്. ഇനി ഒരുപാട് റിസ്കുകൾ എടുക്കാനുണ്ട്. കാരണം നമ്മുടെ യാത്ര തുടങ്ങിയിട്ടല്ലോ. ഇനിയും കുറെ മുന്നോട്ട് പോകാനുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കഴിവൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ എല്ലാവർക്കും സാധിക്കൂ. നമ്മളെ മനസ്സിലൊരു കോൺഫിഡൻസ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട പറഞ്ഞാല് നമുക്ക് എപ്പോഴും എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവില്ല. നമ്മള് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നമ്മൾ ടൂർ പോകണം. ഇപ്പൊ ഞാനും എന്റെ സുഹൃത്ത് പോക്കർക്കൊക്കെ പണ്ട് ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സെൽഫായിട്ട് ഒരുപാട് നടക്കണം, ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം. കാരണം നമ്മൾ ഒറ്റയ്ക്ക് സെൽഫായിട്ട് നടക്കാൻ പഠിക്കുമ്പോഴേ നമുക്ക് ജീവിതത്തിൽ ധൈര്യം വരുള്ളൂ. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്കതിന് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും, മറ്റുള്ള സഹജീവികളോടുള്ള സ്നേഹവും അതുപോലെ തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാനൊക്കെ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യണം. ഈ യാത്രക്കൊക്കെ അസ്കർ മറ്റൊരാളോട് സംസാരിക്കുമ്പോഴൊക്കെ അതിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ടുള്ള ഒരാളാണ് അബൂബക്കർക്ക. പോക്കർക്കനോട് വിശേഷങ്ങൾ ചോദിക്കാം. അസ്കർ ഇങ്ങനെ ഒരു കാര്യം വന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് കാശ്മീരിൽ പോകണം, നേപ്പാളിൽ പോകണം, അത് ബൈക്കിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ പോക്കർക്കാന്റെ മനസ്സിൽ എന്തായിരുന്നു തോന്നിയത്? എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. കാരണം അസ്കറിന്റെ മനസ്സ് എനിക്ക് നല്ലോണം വായിക്കാൻ കഴിയും. ഏത് ത്യാഗത്തിനും മുതിരുന്ന ആളാണ്, ഏതൊരു അഡ്ജസ്റ്റ് ആവുന്ന ആളാണ്. മറ്റൊരാൾക്ക് വേണ്ടി അസ്കർ ജീവൻ പണയം വെക്കുന്ന അവസ്ഥയുണ്ട്. അസ്കറിന്റെ മേഖല കിണറുമായി ബന്ധപ്പെട്ട. അപ്പൊ കിണർ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാലോ അതിന്റെ എത്രത്തോളം ഒരുപാട് റിസ്ക് ഉള്ളതാണ്. അപ്പൊ ഒരു ആട് കിണറ്റിൽ വീണെന്ന് വിചാരിക്കട്ടെ, ആ ആടിന്റെ ജീവനാണ് അസ്കറിന്റെ ജീവനാണെന്ന് വെച്ചാൽ ആടിന്റെ ജീവനാണ് അസ്കറിന് വില. അപ്പൊ ഏത് ത്യാഗത്തിനും ഏത് സമർപ്പണത്തിനും അസ്കറിന്റെ ജീവിതം സമർപ്പിതമാണ് മറ്റുള്ളവർക്ക് വേണ്ടി. അത് എനിക്ക് ബോധ്യമുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ അസ്കർ വിജയിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് വിജയം
ഉറപ്പായ ഒരു സംഗതിയാണ്. ഇനിയും ആഗ്രഹം പോലെ തന്നെ എവറസ്റ്റ് ഒക്കെ കീഴടക്കി ലോകം അറിയപ്പെടുന്ന വലിയൊരാളായി മാറട്ടെ, നമ്മുടെ വയനാടിന് തന്നെ Thank you. അഭിമാനമായി മാറട്ടെ എന്ന് ഈ ഒരു നിമിഷത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വരുന്ന അവസരങ്ങളിലൊക്കെ ഇപ്പം നമ്മൾ വയനാട്ടുകാരാന്ന് പുറത്തു പോയി പറയുന്ന സമയത്ത് അസ്കറിന്റെ നാട്ടുകാരനല്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു അവസരം കാലം തെളിയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.